എടുത്തോ. അങ്ങനെ ഇങ്ങനെ ഇല്ല, ഇങ്ങനെ മതി. ഇങ്ങനെ ഷോർട്സോ എടുത്തോ എടുത്തോ. ആ ഗൈസ്, അപ്പം നമ്മൾ ഇന്നലെ ജയ്പൂർ രാത്രി ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. 3 മണിക്ക് ഇറങ്ങി നമ്മൾ ഒരു ഹോട്ടലൊക്കെ കണ്ടുപിടിച്ച് ഹോട്ടലിൽ കയറി താമസിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയത് ജയ്പൂരിൽ. ഇവിടെ ഒരു ചാച്ചാടെ കടയിൽ കയറി ഒരു ആലു പൊറോട്ടയും മേടിച്ച്, എണ്ണം പറഞ്ഞ കടലക്കറി, അച്ചാറും കൊള്ളാം. ഇന്ന് വൈകിട്ട് നമുക്ക് ബോക്സിങ്ങിൻ്റെ പരിപാടിയുള്ളത്. നമ്മളപ്പോൾ ജയ്പൂർ സ്റ്റേഡിയത്തിൽ പോകും. ഇപ്പോഴാണ് ജയ്പൂർ വരാൻ പറ്റിയ ക്ലൈമറ്റ്. ക്രിസ്ത്യൻ തണുപ്പാണ് ജയ്പൂർ. ഇപ്പോൾ നമ്മളിവിടെ ഉണ്ട് കൂടെ. എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടുത്തെ ചനാക്കറി, അച്ചാറും. ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഗ്രീൻ പീസ് കറിയും ഒരു മാങ്ങ അച്ചാറും 2 മുളകും 2 ആലു പൊറോട്ടയും 30 രൂപ. ഇത് വഴിയോരൊക്കെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങിയാണ്, ചുമ്മാ ഇറങ്ങിയാണ് ഒരു ചായയുടെ. അപ്പം നമ്മളിങ്ങനെ കണ്ടപ്പോൾ സ്ട്രീറ്റ് ഫുഡ് നോക്കാൻ ടെസ്റ്റ് ചെയ്യാതെ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഇവിടെ തോന്നുന്നു. ഈ തണുപ്പത്ത് പോയപ്പം നമ്മുടെ കൂട്ടുകാരൻ ആലു പൊറോട്ട കഴിക്കുമ്പോൾ ഞാനങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇത് കഴിച്ചപ്പോൾ എന്തോ നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ 2 കൂട്ടുകാരിപ്പം ഭൂമിയിൽ കിടക്കും. അവർ എണ്ണത്തിൽ നിന്ന് ബോക്സിങ് ഉണ്ട് വൈകിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തോ ടയേർഡാവുന്നില്ല. ഇഡലം മാങ്ങാച്ചാറ്. ഈ ചാച്ചാടെ കടയത് നമ്മുടെ റൂമിൻ്റെ ഓപ്പോസിറ്റ്. പിച്ചിനാണ് കണ്ടേ. ഇച്ചിരി ആലു പൊറോട്ട എടുത്ത്, അച്ചാറ്, കറി, ഒരു ഗ്രീൻ പീസ്, ഒരു മുളക്. കണ്ടേ, സൂപ്പർ. നല്ല ടേസ്റ്റ്. ഇച്ചിരി കഴിച്ചോണ്ടാണ് നല്ല. 30 രൂപയ്ക്ക് ബഡ്ജറ്റായിട്ട് ഒരാൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഞങ്ങൾ 2 പേരാണ് ഇത് കഴിച്ചത്. 2 ആലു പൊറോട്ട, ചെറിയൊരു ഈ പ്ലേറ്റിലൊരു ഗ്രീൻ പീസ് കറി, 2 മുളക്, അച്ചാറ്. ഇത്രയാണ് നമുക്ക് തരുന്നത്. അടിപൊളി. ഇപ്പോൾ ജയ്പൂരിലെ എല്ലാ കാഴ്ചകളും നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.